അതെ, ഇതൊരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത് കേട്ടോ. ഇത് മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ ഞാൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. മാക്സിമം പറ്റുകയാണെങ്കിൽ കാണാനോ കേൾക്കാനോ ശ്രമിക്കുക. അല്ലാതെ എൻ്റെ കുറ്റം പറഞ്ഞ് നടന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഇല്ലല്ലോ. എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ചിലവർക്കൊക്കെ നല്ല സന്തോഷം കിട്ടുന്നുണ്ടെന്നുള്ള അറിയാം. പക്ഷെ നിങ്ങൾ ഒരിക്കൽ പോലും ഇത് ചെയ്ത് കൊണ്ടിരിക്കുന്ന എൻ്റെ അവസ്ഥ എപ്പോഴും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതിനൊക്കെ എവിടെ നേരല്ലേ? എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളല്ലേ. ഇതൊന്നും അറിയാതെ പിന്നെ എന്തിനാടോ എൻ്റെ ചോര ഊറ്റി കുടിക്കാൻ വേണ്ടി മാത്രം പല കുറ്റങ്ങളും പലരോടും പോയി പറഞ്ഞു നടക്കുന്നത്? എല്ലാവരും പറയുന്നത് എന്നല്ല കേട്ടോ, ചിലരൊക്കെ. എന്തിനു വേണ്ടിയിട്ടാണ്? എന്നെപ്പറ്റി പേഴ്സണലായിട്ട് ഒരു അറിവുമില്ല. ഷാരു എന്ന് പറഞ്ഞാൽ നിന്റെ കുടുംബക്കാരനായിട്ടാണോ? എനിക്ക് അവനെ വ്യക്തിപരമായിട്ട് അറിയില്ല കേട്ടോ. ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ കേട്ടോ. എൻ്റെ കുടുംബമാണെങ്കിൽ ക്ഷമിക്കണം. എന്നോട് സംസാരിച്ചിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല. പക്ഷെ പലരും പല ഭാഗത്തും ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുമുണ്ട്, ഞാനത് അറിയുന്നുമുണ്ട്. പക്ഷെ നിങ്ങളോടൊന്നും എനിക്ക് പേഴ്സണലി ഒരു ദേഷ്യവുമില്ല. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ചെയ്ത തെറ്റെന്താണ്. എല്ലാ ആൺകുട്ടികളും പ്രണയിക്കുന്ന പോലെ ഞാനും പ്രണയിച്ചു ഒരു പെൺകുട്ടീനെ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും ഒരു പ്രണയം വന്നു. കാരണം ഒരു ലൈഫിലെങ്കിലും നഷ്ടപ്പെട്ടത് അടുത്ത ലൈഫിൽ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നൊരു ആഗ്രഹം കൊണ്ട് മാത്രം. പക്ഷെ അതെല്ലാം എനിക്ക് ഫെയിലായിട്ടേ പോയിട്ടുള്ളൂ. പക്ഷെ ആരും എൻ്റെ വാക്ക് കേൾക്കാൻ നിന്നില്ല എന്നതാണ് സത്യം. കാരണം എന്താണെന്നറിയോ? മറുഭാഗത്തുള്ളത് കണ്ണീര് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന 2 പെണ്ണുങ്ങൾ മാത്രം. അവരുടെ വാക്ക് കേൾക്കാൻ വേണ്ടി മാത്രമേ നിങ്ങൾ ആരും ശ്രമിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ കാലം ലോകവും അങ്ങനെ ശ്രമിക്കുള്ളൂ. ആൺകുട്ടികളുടെ അടുത്തുള്ള ശരി പോലും കേൾക്കാനോ കാണാനോ ആരും നിൽക്കില്ല. അതൊക്കെ ശരി തന്നെ. നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച 2 വ്യക്തികളുണ്ടായിരുന്നു. പക്ഷേ അവരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ എന്നെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ പറയണം എന്നുള്ളത് എൻ്റെ ഒരു ഇതുകൊണ്ട് മാത്രമാണ്. കാരണം പറയുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. കാരണം മറക്കാൻ ശ്രമിച്ച പല കാര്യങ്ങളും വീണ്ടും വീണ്ടും ഓർത്തെടുത്ത് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അത് ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ വ്യക്തികൾക്ക് മാത്രമേ മനസ്സിലാവൂ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ ഒരു അവസ്ഥ നേരിടുന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ പറയുകയാണ്, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം അവരെന്തായിരുന്നു എൻ്റെ ജീവിതത്തിൽ നിന്നും അവരെന്നോട് ചെയ്ത ക്രൂരതകൾ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളും മെസ്സേജുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മാത്രമേ അത് എന്താണ് എന്നുള്ളത് മനസ്സിലാവും. അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും എൻ്റെ കുറ്റം പറയാം. ഞാൻ ചെയ്തത് ഫുള്ള് തെറ്റാണെന്ന് പറയാം, അല്ലെങ്കിൽ ഞാനൊരു മോശപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് പറയാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. അത് 100ക്ക് 101% ഉള്ളതാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് അറിയാം. അതിന് ഈ കമൻറ്റിൻ്റെ ഇടയ്ക്ക് നോക്കിയാൽ മതി. അത് കമൻറ്റുകൾ ചിലപ്പോൾ ഡിലീറ്റ് അയക്കാണ്ടൊക്കെ അവൻ തന്നെ റിമൂവ് ആക്കും. എന്താ വെച്ചാൽ ആണുങ്ങൾ അധികം മെസ്സേജ് ചെയ്യില്ല. മെസ്സേജ് ചെയ്യണമൊക്കെ അവന് ബ്ലോക്ക് ആക്കും. അപ്പോൾ കമൻറ്റ് കാണില്ല. മനസ്സിലായ? അവന് ഫ്രോഡാണ്, ഭയങ്കര ഫ്രോഡാണ്. എന്താ പറയുക, ഇവിടെ അതിനെ പറ്റി പറയണമെങ്കിൽ ഒരുപാടുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല. നീ അവനെ പ്രേമിക്കുന്നൊന്നും ഇല്ല. എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ കേട്ടോ, പറഞ്ഞാണ്. പിന്നെ എന്താ പറയുക, നാളെ ചോദിച്ചാൽ പോലെ ഇതെല്ലാം ഈ നേരത്തിൽ ഒക്കെ ഉള്ളതാണ് കേട്ടോ. ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രോഡാണ്. എൻ്റെ വഴിയിലൊന്നും വിടാൻ നിൽക്കണ്ട. ഒരുപാട് പെണ്ണുങ്ങളുണ്ടാവും. അവന് പിന്നെ മീശക്കാരെന്നൊക്കെ പറഞ്ഞാൽ, മീശക്കാരൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പത്രത്തിലും ഇതിലൊക്കെ വരുന്ന, എന്നിട്ടും ഈ പെണ്ണുങ്ങൾക്ക് വിവരം വരണില്ല. എന്നിട്ടും അതിൻ്റെ ഒപ്പം പോകണം, പിടിക്കപ്പെടുന്നു, ഫ്ലാറ്റിലാവണം, പിടിക്കപ്പെടുന്നു, പോസ്റ്റ് കേസിൽ പിടിക്കപ്പെടുന്നു. എന്തൊക്കെ കേസുകൾ മീശക്കാരൻ്റെ അടുത്തടുത്ത് കാണാം. ഇവനിപ്പോൾ കേസും കൂട്ടാനായിട്ട് ഇവിടെ ഖത്തറിൽ നിൽക്കും. കേസും കാര്യങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. ഭയങ്കര എന്താണ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ അവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇല്ല. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയാം. അത് ഭയങ്കര പോവുകയാണ്. അതിവിടെ എല്ലാവർക്കും അറിയടാ. അവനെക്കുറിച്ച് ആർക്കും അറിയാം. പക്ഷേ ഇത് മുഴുവനായിട്ട് കാണാതെ എവിടെയും പോയിട്ട് എൻ്റെ കുറ്റം പറയരുത് കേട്ടോ. കാരണം എന്താണെന്നറിയോ? ഒരുപാട് തകർച്ച നേരിട്ടിട്ട് പിടിച്ച് കയറി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് പടച്ചോനെ വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യരുത് പ്ലീസ്. ഒരു അഭ്യർത്ഥനയായിട്ട് കാണണം.